ഏറ്റവും പൊക്കം വെച്ചേട്ടാ. നാലെണ്ണോ? അമ്മൂട്ടി മ്യാവ്. അമ്മ മ്യാവ്. അമ്മ അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അമ്മ അയ്യോ തള്ള കണ്ട ഇപ്പൊ കൊല്ലു. പൂച്ച വെച്ച് കിടക്കുന്ന അമ്മ നമ്മളെ പട്ടിക്കൂട്ടി കണ്ടായിരുന്നോ? അതിന്റെ അടുത്ത കാര്യം എടാ പാടാ നമുക്ക് പശുവിന്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോ വേണ്ടേ. അന്ന് പ്രസവിച്ച കുട്ടി മാ മാ അമ്മ ഓടി. ആ ഇഡലി വിടുമ്പോ കൈയിരിക്കുന്ന ഇഡലിയും കൊടുത്തു കൊടു. ഇതാകുമ്പോ ഇത്രയും നേരം അവന് വേണ്ടായിരുന്നേ. ആ പശുവിന് കൊടുക്കാൻ ചോദിച്ചപ്പോ അവന് വേണം. എടാ താടാ എടാ താടാ. കള്ള ചെറുക കൊതൊക്കെ കടിച്ചു പോവാ. നമുക്ക് അതിർപ്പ കയ്യിലും എല്ലാം കടിച്ചിട്ടുണ്ട്. ഭയങ്കര രുചിയാ. ഇതിനെ കാണുമ്പോഴാ കേട്ടോ അങ്ങോട്ട് പോകും കൊടുക്കത്തില്ലത്. ഗൈസ് അങ്ങനെ നമ്മള് ഇന്നലത്തെ സിനിമയൊക്കെ കണ്ട് നമ്മളിന്ന് നേരെ മാമ്പഴത്തറ പോവാണ് കേട്ടോ. അതും കാറി കയറിയപ്പോഴാ പറയുന്നത് മാമ്പഴത്തറ പോവാന്ന്. ഒറ്റ മൈൻഡ്. ഞാൻ ഇങ്ങനെ കുറെ റീൽസ് ഒക്കെ കണ്ടു. പക്ഷെ ഇന്ന് മഴയും കൂടി ഇന്നലത്തെ ക്ലൈമറ്റിൽ പോണമായിരുന്നു. അടിപൊളിയായിരുന്നു അവിടെ. ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട്? 10-15 കിലോമീറ്റർ ആണോ അല്ലേ? ഇത് പോവല്ലോ അല്ല അല്ലേ? സുഖമായിട്ട് പോയാ മതി. അവനായിട്ടോ ഇതിനാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസും ഇല്ല. ആ ബാക്കി നമ്മള് നടക്കും. പോകുന്ന വേണേ പോകും. അഡ്വഞ്ചർ മൈൻഡ് ഇല്ല പിള്ളേർക്കൊക്കെ. ഇവിടുന്ന് മാമ്പഴത്തറ ഏതാണ്ട് ഇവിടുന്ന് മാമ്പഴത്തറ ഇനി 8 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ മാമ്പഴത്തറ പോകണ്ട. അതിന് മുമ്പായിട്ട് ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്. ഇവിടെ അല്ലേ എല്ലാരും വന്ന് ഫോട്ടോ എടുക്കുന്ന അടിപൊളിയാട്ടോ. ഇവിടെ എല്ലാം മഴയൊക്കെ ആവുമ്പോ നല്ല കോടയൊക്കെ ആയിരിക്കും. ഉച്ച സമയത്താ വന്നു. 2 മണി ആയുള്ളൂ. അതുപോലെ ഇന്ന് മഴയില്ല.
മൃദുലേ എങ്ങനെയുണ്ട് സെറ്റപ്പില്ലേ? രക്ഷയില്ല, ഭയങ്കര കാറ്റ് കേട്ടാ. നിങ്ങൾക്ക് വല്ല കേൾക്കുന്നുണ്ടോന്ന് അറിയത്തില്ല, ഭയങ്കര കാറ്റ്. ഇവിടെ അമ്പൂട്ടെന്തേ എങ്ങനെയുണ്ട് അമ്പൂട്ടി? നമ്മള് ചുമ്മാ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ. അന്നേരം പെട്ടെന്ന് പറഞ്ഞ മാമ്പഴത്തിലോട്ട് പോവാന്ന്. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ, പക്ഷെ മഴ ചെറിയൊരു ചാറ്റിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ ഇന്നലെ വന്നേ ആ ഒരു ക്ലൈമറ്റിൽ വന്നിരുന്നെങ്കിൽ സെറ്റായിരുന്നു. ഇവിടെ ചെറിയൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അത് ഈ മരത്തിൽ തട്ടുന്നതാ. ഈ മരത്തിൽ ഈ ഒരു ഇലക്ട്രിക് ഇവിടെ എനിക്ക് ആന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അവിടെ വന്ന് നിന്നിട്ടുണ്ട് ആന. ആ അപ്പൊ ഫുൾ ഹാപ്പി മൂഡ് ഓണ് കേട്ടോ. ഓ കാറ്റ് രക്ഷയില്ലോ, കാറ്റ് രക്ഷയില്ല. നമ്മള് കൊറേ ക്ലിപ്പൊക്കെ എടുത്തോട്ടോ ഇവിടെ നിന്ന്. അടിപൊളിയായിരുന്നു, ഡാൻസും കാച്ചായിരുന്നു, സെറ്റായിരുന്നു കേട്ടോ. അമ്പൂട്ടന്റെ മുട്ട് മൊത്തം സ്ക്രാച്ചാ മൃദുലേ. ഈ രണ്ട് മുട്ടും സ്ക്രാച്ചാ. ചെറുതായിട്ട് ചോരയും പൊടിഞ്ഞു, പക്ഷെ വേദന കരയുന്നില്ല. അവന് ഇവിടെ റോഡിൽ കിടക്കുന്ന കമ്പും കൊളിയും എല്ലാം എടുത്ത് വെച്ച് കളിയാ. കല്ലെടുക്കണം, കമ്പ് എടുക്കണം. പക്ഷെ എന്തായാലും ഗൈസ് നിങ്ങള് വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാമ്പഴത്തിലെ വരെ റൂട്ട് ടെമ്പലേന്ന് മാത്രമല്ല തോന്നില്ല, ഇതിനിടയ്ക്ക് വേറെ റൂട്ട് ഉണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. ഇഷ്ടംപോലെ റൂട്ടുണ്ട്. എന്തായാലും മാമ്പഴത്തറ പോണ്ട, അതിന് മുമ്പായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നമ്മളെ ചായ ഇടുന്ന സാധനം കൊണ്ടായിരുന്നെങ്കിൽ ഒരു ചായ കഴിച്ചു. ഇവിടെ കടകളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ പോർട്ടബിൾ ഗ്യാസ് ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ചായയും ബ്രെഡ് ഓംലെറ്റ് ഒക്കെ നിങ്ങൾ ഇഷ്ടാനുസരണം ഉണ്ടാക്കി തിന്നാം. അപ്പൊ നമ്മള് വന്നപ്പോ ആരും ഇല്ലായിരുന്നു, ഇപ്പൊ ഫുൾ അവിടെ ആളായ കേട്ടോ. അതുപോലെ ക്ലൈമറ്റ് നിക്കുന്ന ഇപ്പൊ ചേഞ്ച് ചെയ്യുന്നേ, അടിപൊളി. നമ്മൾ കുറച്ചും കൂടി ഒന്ന് താഴോട്ടൊക്കെ പോയിട്ട് ഒരു മഴയും തോന്നുന്നു, നമ്മള് ഡാൻസും എടുത്ത് നമ്മളിനി മെല്ലെ ഇവിടെ നിന്ന് തെറിക്കും കേട്ടോ. അങ്ങനെ നമ്മളത് ഈവനിങ് ആറ്റിലോട്ട് വന്നു. ഇതാരാ ഇത്? ആരവിടെ ആറ്റിൽ വന്നേ? പൂഴിപ്പല്ലി വല്ലണ്ടി നിന്റെ എന്തോ ഒരു ചട്ടമ്പി ലുക്ക് കേട്ടോ, മൊത്തത്തിൽ ഒരു റൗഡി ലുക്ക്. ഇവിടെ മേളിലൊരു കൊണ്ടയും കെട്ടി ഒരു വലിയ കൊണ്ടയോ മാല. മാമ്പഴത്തറ പോയിട്ട് ഫുള്ള് അങ്ങ് കറക്കുവാ, ഫുള്ള് കാടും മലയും ആറും ചെറുക്കനെ നോക്കിക്കോണേ. എല്ലാ പിള്ളേരെല്ലാം ഉണ്ട്, ആറ്റിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ. അമ്പൂട്ടി കേറി വെള്ളത്തിന് കേറടി. അവൻ കേറൂല. പിള്ളേരെല്ലാം തലയിരിഞ്ഞു പിള്ളേര്. അവനെ സ്കൂളിൽ ചേർത്തു. നിനക്ക് അത് തന്നെ വേണോടാ, നീ പോയി പഠിക്ക്. നീ ചേച്ചിക്ക് പേടി വേറെന്തോ പറയാൻ വന്നേ. മാ വന്നപ്പോഴേ ഈ ചെറുകെ അമ്പു നീ ഇറങ്ങി കേട്ടോ. തണുത്ത വെള്ളമാണ്, കല്ലിലോട്ട് ഇങ്ങനെ പൂളി കുളിച്ചതാ കേട്ടോ. പിന്നെ ഇപ്പൊ അങ്ങോട്ട് മാറിയതേ ഉള്ളൂ, വെള്ളം കലക്കുന്നു. നമ്മള് ആറ്റിൽ കുളിക്കാൻ വന്നേ. വ്യൂ നോക്കുക ഗൈസ്, കറക്റ്റ് സൂര്യാസ്തമയം. അമ്പൂട്ടൻ ഇവിടെ ഒരു പനി കഴിഞ്ഞതേ ഉള്ളൂ, സ്വിമ്മിംഗ് പൂളിൽ തല മുക്കുന്നില്ല. പക്ഷെ ഭയങ്കര കരച്ചില് കേട്ടോ, അവനെ ഇറക്കാതെ വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് പിന്നെ ഞാനും തോർത്തെടുത്തത് അവനെ വെച്ച് ഇത്ത് നിൽക്കുന്നു. വേറെ ആരും ഇറങ്ങണില്ല. കാളെ പുറത്തൊന്നും പിടിക്കില്ല. അങ്ങനെ നമ്മള് ഇന്നലെ പോയ സ്ഥലത്തിന് പേരെന്തോ വരുന്നത്, മാമ്പഴത്തറയൊക്കെ പോയിട്ട് നമ്മൾ വന്നു. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, എന്റെ അമ്പൂടിന് നിക്കറുണ്ടോ? യൂണിവേഴ്സൽ
തെമ്മല പോയി കഴിഞ്ഞ് ഇങ്ങനത്തെ കുറെ എണ്ണം അമ്മ തയ്ച്ചു തരും. അമ്മ തയ്ച്ചു തരുന്നതാ രണ്ടുപേർക്കും ഒരുപോലെ. ഏട്ടൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞില്ലേ ഏട്ടനും ഒരുപോലെ അമ്പൂട്ടനും ഒരുപോലെ വേണമെന്ന്. അതിന്റെ അമ്മ തുണി പുല്ലൂര് പോയി തുണി എടുത്തോണ്ട് വന്ന് തയ്ച്ചതാ. ഇനി എനിക്ക് വേണം അതുപോലെ. അത് തെറ്റ്. ഇന്നലെ ഇതിട്ടോണ്ട് നമ്മള് വന്ന് ഇങ്ങോട്ട് വന്നത് വരുന്ന വഴിക്ക് നമ്മള് KFC-യിൽ ഇറങ്ങി. ഇത് ഇട്ടോണ്ട് ഇറങ്ങി. ഇന്നലെ അടിപൊളിയായിരുന്നു കേട്ടോ സ്ഥലം. നമ്മൾ പ്രതീക്ഷിക്കാതെ പോയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. സീനായിരുന്നു അല്ലേ? പിന്നെ വൈകിട്ട് വന്ന് വീട്ടിലെല്ലാരും അടിപൊളിയായിരുന്നു ഫുള്ള്. പിന്നെ നമ്മള് കൊറേ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ നമ്മള് കുളിച്ച് കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ നൈറ്റ് വന്നപ്പോ ഒരു നേരമായി. ഫുഡൊക്കെ കഴിച്ച് അമ്പൂട്ടി അയ്യേ ഇന്നൊരു ചീപ്പ് എടുത്ത് വെച്ച് എന്റെ കൈയുടെ ഈ മടക്കി ഒറ്റ അടി. ഇപ്പൊ ഭയങ്കര ദേഹോദ്രവം കേട്ടോ. എന്തേലും പറഞ്ഞ് രണ്ടാമത്തേന് ഒറ്റ അടിയാ. അത് നല്ലതല്ല, അറിയാ നിന്നെ. പിന്നെ ഭയങ്കര അനുസരണയും പേടിയുവാ നിന്നെ അങ്ങ്. ഇപ്പൊ ഈ കറുപ്പ് സോങ് ആട്ടോ ഇപ്പൊ എപ്പോഴും വീട്ടിലിട്ടേക്കുന്ന. ഇത് ഭയങ്കര ഇഷ്ടമാണ്. നൈറ്റ് നമുക്ക് സിനിമയുണ്ട്, അത് നമ്മളെ മോളിവുഡ് ടൈംസ് നെസ്ലിന്റെ. ഗ്യാസ് ഗൈസ്, നമ്മൾ ഇതിലും ഗ്യാസ് കണക്ഷൻ വീട്ടിൽ എടുത്തിട്ടില്ല. അല്ല, റേഷൻ കാർഡ് ഇപ്പൊ വേണമെന്നില്ലെന്ന് തോന്നുന്നു. റേഷൻ കാർഡ് ഗ്യാസിന് വേണ്ട. കണക്ഷൻ എടുക്കാൻ എന്തൊക്കെ വേണമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മൾ കണക്ഷൻ എടുത്തിട്ടില്ല, അതിനുവേണ്ടി മെനക്കെട്ടതുമില്ല. അപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ടായിരുന്നു എടുക്കുന്നത്. നേരത്തെ ഞാൻ ഗ്യാസ് എടുക്കുമ്പോൾ നോർമൽ നിങ്ങൾക്ക് കിട്ടുന്ന ഈ വില കൂടുന്നതിന് മുമ്പ് എനിക്ക് 800 രൂപ തോന്നുന്നു. 800 900 കണ്ടാന്ന് തോന്നുന്നു. അല്ലാതെ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് എടുക്കുമ്പോൾ 1000 രൂപ. അതും നമ്മൾ വീട്ടിൽ കൊണ്ട് തരികയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു 100 രൂപ അല്ലേ, പിന്നെ കുഴപ്പമില്ല, ഓട്ടക്കൂലിയും കൊടുത്ത് അവർ ഒന്ന് ഇവിടെ വെച്ച് ഫിറ്റ് ചെയ്ത് തരും. അപ്പം അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. ഇപ്പം പ്രൈവറ്റ് ആയിട്ട് ഗ്യാസ് എടുക്കുന്നതിന് 2500 രൂപ ചേർത്ത് ആവും. എന്റെ മോനെ. അപ്പൊ പിന്നെ നമ്മള് വിചാരിച്ച് അതല്ല, വീട്ടില് 2 കുറ്റിയുണ്ട്. അമ്മ ഒന്നേലും ഉപയോഗിക്കും. ചിലപ്പോ താഴെ നിന്നൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത്, തയ്യലൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ ഒരു കുറ്റി വെറുതെ ഇരിക്കുക. അങ്ങനെ ബുക്ക് ചെയ്ത് കൊണ്ടുവന്ന് നൈറ്റ് നമ്മൾ അതും കൂടി എടുത്തോണ്ടാ. സത്യത്തിൽ മെയിൻ ആയിട്ട് നമ്മൾ അതും കൂടി എടുക്കാൻ വേണ്ടി പോയത്. പക്ഷെ ഞാൻ ആ കാര്യം മറന്നുപോയി. അല്ല, 2 ദിവസം ഗ്യാസ് തീർന്ന 2 ദിവസം നമ്മൾ ഇതിലാ കുക്ക് ചെയ്തത്, ഇൻഡക്ഷനകത്ത്. അപ്പൊ നമ്മള് നല്ല ഗ്യാസ് ഒക്കെ എടുത്തു കേട്ടോ. അല്ല, 2 സെയിം ആണ് കേട്ടോ. സെയിം ആടാ. ഞാൻ വിചാരിച്ചു ഇതിന് വില ഇതായിരിക്കും, സൈസ് കൂടുതൽ കാണുമോ. സെയിം കുറ്റി കേട്ടോ. എന്നിട്ടാണ് 15.7, ഇത് 15.6. ജസ്റ്റ് ഒരു ഇതിന്റെ അത്രേ ഉള്ളൂ. ഗ്യാസ് വിറ്ററിയോ? ഇല്ല. തുടങ്ങി തുറന്നുതരാ. തുറന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചാരി നിൽക്കും. ഇവിടെ മാറാ. തുടങ്ങി. അടുത്ത ചൂലെടുപ്പ്. ഈ ചെറുക്കന് ചൂലിന് ആര് കൈവശം കൊടുത്തെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ചൂലിനോട് ഇത്രേ ഇഷ്ടം ഈ ചെറുക്കന്. എന്തുവാ ആഹാ വന്നല്ലോ വനമാല. എടാ അമ്പൂന്റെ മാവ് വന്നടാ. അമ്പു അവൻ കണ്ടില്ല ഇപ്പഴാക്ക. എന്ത് വേണം? അവന് പശുവിനെ ഒന്നും ഒരു പേടിയില്ലടാ. പേടിയില്ലല്ലേ? പശുവിനെ തൊടുന്നുണ്ട്. അള്ളി കീറോ പിന്നെ. പിന്നെ അതിന് കൊടുക്കാം. മതി. ഭയങ്കര ചർച്ച ഇവിടെ. എടാ പറ്റത്തില്ല, നമുക്ക് ഫംഗ്ഷൻ ഇല്ലെന്ന്. പറ്റത്തില്ല, നീ എനിക്ക് ആ ഫംഗ്ഷൻ ഉണ്ടാക്കി തരണോന്ന്. നിന്റെ വോയിസ് കൊള്ളത്തില്ലെന്ന്. അപ്പൊ നമ്മള് നേരെ പടത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി. അമ്പോട്ടൻ യൂഷ്വലി ഇത് ഇവിടെ വന്നിരുന്ന് സ്റ്റിയറിംഗ് തിരി തുടങ്ങി കേട്ടോ. ഇന്ന് ഒരു ദിവസം ഈ സ്റ്റിയറിംഗ് അവന്റെ കൈ ഇരിക്കും ഉറപ്പാ. അങ്ങനെ പടത്തിന് മുമ്പ് നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. ഒരു പുതിയ സ്ഥലത്താട്ടോ കയറി. ഇവിടെ എന്തോരം മെനു ആടി.
എന്റെ ദൈവമേ, അമേരിക്കൻ വേണോ, ചൈനീസ് വേണോ, ഇന്ത്യൻ വേണോ, എല്ലാം. ഞാൻ ആദ്യമായിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഇത്രയും മെനു കാർഡ് തന്നെ 1, 2, 3, 4, 5 മെനു കാർഡ്. അത് അറബിക്ക് 1, ഇന്ത്യൻ 1, നോർത്ത് ഇന്ത്യൻ 1, അല്ലെങ്കിൽ നൂഡിൽസ് അങ്ങനത്തേത് വേറെ, ബർഗറിന്റെ വേറെ, സ്മൂത്തികളുടെ വേറെ. എനിക്ക് വയ്യ, ഒരു ലോഡ് ഓപ്ഷൻ. താഴെ സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് പടത്തിന് പനി എപ്പം കിട്ടുമെന്ന് അറിയത്തില്ല. 10-20 എടാ എനിക്ക് പനിയായി കാര്യം. അന്ന് ഞാൻ ആലോചിക്കുന്നത് എനിക്കൊരു അത് ഒരു വെള്ളമായിരുന്നു, ഒരു വെള്ളം. വല്ല ആവശ്യം ഉണ്ടായിരുന്ന എനിക്ക് രാവിലെ വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. രാവിലെ കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ടങ്ങ് പുറം വേദനയും പെട്ടെന്ന് കിടപ്പിലായി. ഇപ്പം ഒരുവിധം മാറി. ഞാൻ ഒന്ന് കിടന്ന് റെസ്റ്റ് ഒക്കെ എടുത്തൊന്ന് ഉറങ്ങി ഒന്ന് സെറ്റ് ആയപ്പോ മാറി. ആദ്യം ഒരു ഡേറ്റിന്റെ സ്മൂത്തി പറഞ്ഞു കേട്ടോ. ഡേറ്റ്സ് മാജിക് ഷുഗർ ഇടാത്തത് കേട്ടോ. ഡേറ്റ്സിൽ ആൾറെഡി മധുരമുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അവര് ഐസ്ക്രീം ആഡ് ചെയ്യും. ചെറിയ ഷുഗർ ആഡ് ചെയ്തില്ല, ഐസ്ക്രീം ആഡ് ചെയ്യും. നീ കുടിച്ചു നോക്ക്, ഞാൻ ടേസ്റ്റ് ഉണ്ട്. അടിപൊളി സാധനം. അതാ പറഞ്ഞ ഡേറ്റ്സിന്റെ ടേസ്റ്റ് കുറവാ. അണ്ടിപ്പരിപ്പോ ക്യാഷ് ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതെന്തോ ബർഗറിന്റെ ഒരു ക്വാണ്ടിറ്റി, എന്തോ സൈസാ ഇത്. അതാ രണ്ടുപേരും കൂടി സുഖമായിട്ട് കഴിക്കാം. അത് ഒണിയൻ ഫ്രൈ ചെയ്തായിരിക്കും അല്ലേ? ഒണിയൻ അല്ലേ? ഒണിയൻ തന്നെ. കൊള്ളാമോ? ഫ്രഞ്ച് ഫ്രൈസ് ഇത് മുക്കി കഴിച്ചു നോക്കും. പൊള്ളി സാധനം. കൊള്ളാല്ലേ? അങ്ങനെയുണ്ട്. കിട്ടില്ല ഫ്രഞ്ച് ഫ്രൈസ് അല്ലേ? ബർഗർ ഒന്ന് നോക്കിട്ടോ. ആഹാ, പിടിയും കോഴിയും. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടോ ഈ കറിയുടെ ക്വാണ്ടിറ്റി. കറി നമ്മള് തീർക്കരുത്. കൊള്ളാല്ലേ കാണാൻ? തേങ്ങാപ്പാലാട്ടോ. അതും കൂടി കറിയും കൂടി വെച്ച് കഴിക്കാൻ നോക്കി അല്ലേ? എങ്ങനെ കഴിക്കണ്ടേന്ന് അറിയുന്നില്ലല്ലോ. ഇലക്ക ഉണ്ട്. അതിന്റെ മണ്ട പിടിക്കണോ? ഇങ്ങനെ കഴിക്കണ്ടേന്ന് അറിയത്തില്ല. അത് ഞാനും ആലോചിക്കുന്നു. അങ്ങനെയാണോ കഴിക്കണ്ടേ? കുറച്ച് കറിയുടെ മുകളിൽ ഒഴിച്ചേ. ഓക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കണ്ട. ബർഗറിന്റെ ക്വാളിറ്റി ഇത്ര അടിപൊളി ബർഗർ അടുത്ത സമയത്ത് കഴിച്ചു. അടിപൊളി സാധനം. ചീസൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല. അതുകൊണ്ട് കിട്ടിയ ക്വാളിറ്റി കേട്ടോ. ആ ബണ്ണിന് തന്നെ അടിപൊളി ക്വാളിറ്റി. അടിപൊളി. ഗൈസ്, പടം ഹാഫ് ടൈം ആയി. എങ്ങനെയുണ്ട് പടം? ഇന്നലെ നാളെ ഒരു പ്രതീക്ഷ വിട്ടിരിക്കുന്നു. നല്ലൊരു ഇൻസ്പിറേഷണൽ മൂവിയാണോ? നല്ല രസമുണ്ട്. ഒരുപാട് ചിരിക്കാനൊന്നുമില്ല, എന്നാൽ ചിരിക്കാനുണ്ട്. പൊട്ടിച്ചിരിക്കാൻ അങ്ങനെയൊന്നുമില്ല. അപ്പോട്ട് ഇരുന്ന് ഭയങ്കര കടി, പല്ല് വന്നതിന്റെ അഹങ്കാരം. ഇപ്പൊ 4 പല്ലേ ഉള്ളു, പക്ഷെ നല്ല നൊമ്പലമാ. നല്ല നൊമ്പലം. കടി നോക്ക്. ബാക്കി കൂടി കണ്ടിട്ട് വരാം ഗൈസ്. അങ്ങനെ മോളിവുഡ് ടൈംസ് നമ്മള് കണ്ടിറങ്ങിയിരിക്കുകയാണ്. അതെ, അപ്പോ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? പക്ഷെ ഒരു പുതിയ ഒരു മേക്കിംഗ് ആയിരുന്നു.
അവന് ഇഞ്ഞിട്ട് അവന് സ്റ്റിയറിംഗ് തിരിക്കാനാ, വേറെ ഒന്നിനുമല്ല. ബാ ചിരിച്ചോണ്ടാ വരുന്ന, പക്ഷെ സ്റ്റിയറിംഗ് തിരിക്കാൻ പറ്റില്ല, സ്റ്റിയറിംഗ് ലോക്കാണ്. എന്റെ കൈ പിടിച്ചോണ്ട് വയ്ക്കും. അവനെ കൊണ്ട് പറ്റാത്ത കാര്യം നമ്മുടെ കൈ അത് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കൈ വെക്കരുത്, എടുത്ത് മാറ്റിക്കോളാം. അപ്പം പടം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് വരെ എനിക്ക് നല്ല രസമായിരുന്നു. പക്ഷെ പിന്നെ മേക്കിംഗ്, ഇത് ഈ ഒരു ജോണറിലുള്ള മൂവി ഞാൻ വേറെ കണ്ടിട്ടില്ല. ഒരു പുതിയൊരു ട്രൈ ആയിരുന്നു. അതിന്റെ എഡിറ്റിങ്ങും ആ ഒരു സ്റ്റോറി പറയുന്ന കുറച്ച് കാർട്ടൂൺ കാര്യങ്ങളും, പിന്നെ തെറിവിളിയും. പടത്തിൽ തെറിവിളി ഇതെന്തോന്ന് ലിപ്സ്റ്റിക് ഒക്കെ ആവുമ്പോ അടിച്ച് ലക്ഷ്യക്കണക്ക്. പക്ഷെ പടത്തിന്റെ ഒരു ക്ലൈമാക്സും സെക്കൻഡ് ഹാഫും എനിക്ക് നല്ലോണം ബോറടിച്ചു. നമുക്ക് ഒരു നിരാശ, പടം കാണുന്തോറും ഒരു ഹോപ്പ് ഇല്ലാതെ ഭയങ്കര ഒരു നിരാശ. അല്ല, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ഭയങ്കര സ്ലോ പേസും ഭയങ്കര ബോറടിച്ചു പടം. ഫസ്റ്റ് ഹാഫ് ഒരു നൈസ് ആയിരുന്നു. അല്ലെ, ഫസ്റ്റ് ഹാഫ് നല്ല ത്രില്ലിംഗ് ആയിരുന്നു. അടുത്തെന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്താലും അവൻ റിവ്യൂ പറയാം, അമ്പു റിവ്യൂ പറയാം. അമ്പു ലുലു എന്ന് പറയാം. അമ്പു എവിടാ നമ്മളിപ്പം? ലുലു പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ ലുലു എന്നൊക്കെ പറയും ഇപ്പൊ. അപ്പൊ ലുലു പറഞ്ഞു, ലുലു 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 ലുലു. പിള്ളേർ അവരിങ്ങനെ ഇരിക്കുമ്പോ ലുലുലല്ലേ നമ്മള് വന്ന ലുലു. സോ അത്രയുള്ള ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ കാണുന്നവരേ ബൈ.